നമ്മുടെ ടാഞ്ചറോ ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്തത് മൂലം 25 വയസ്സിനപ്പുറം ജീവിച്ചോ അതോ മരണപ്പെട്ടോ? നമുക്ക് നോക്കാം. സ്പോയിലേഴ്സ് ആണ്. സീരീസിലോ മാങ്കയിലോ ഇതിനൊരു വ്യക്തമായ ഉത്തരം തരുന്നില്ലെങ്കിലും ഫാക്ട്സ് വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കും. നോർമലി ഒരു ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25 വയസ്സിനപ്പുറം മരണപ്പെടാറാണ് പതിവ്. പക്ഷേ ഇവിടെ ടാഞ്ചറോയുടെ കേസിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. മുസാനായിട്ടുള്ള ഫൈനൽ ഫൈറ്റിന് ശേഷമാണ് ടാഞ്ചറോ ഡീമണായി മാറുന്നത്. സോ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഹ്യൂമൻ ഫോമിലുള്ള ടാഞ്ചറോ ഏകദേശം മരണപ്പെടാറായപ്പോൾ തന്റെ ശരീരത്തിൽ അവശേഷിച്ചിരുന്ന മുഴുവൻ ബ്ലഡ് നൽകി മുസാൻ ടാഞ്ചറോയെ ഒരു ഡീമണാക്കി മാറ്റി. ഡീമണായി മാറിയ ടാഞ്ചറോയുടെ ബോഡി റീജനറേറ്റ് ആവാൻ ആരംഭിക്കുകയും മാർക്ക് യൂസ് ചെയ്തത് മൂലം ടാഞ്ചറോയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഇന്റേണൽ ഡാമേജ് റിക്കവർ ആകപ്പെടുകയും ചെയ്തു. തമായുടെ ഡ്രഗ്സിന്റെ സഹായത്തോടെ മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ടാഞ്ചറോക്ക് തന്റെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടെടുക്കാൻ സാധിക്കുകയും ഡീമൺ സ്ലെയർ മാർക്ക് യൂസ് ചെയ്തത് മൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെ മേ ബി ടാഞ്ചറോ 25 വയസ്സിനപ്പുറം ജീവിച്ചിരുന്നു എന്ന് പറയേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? താഴെ കമന്റ് ചെയ്യാം.